പൊലിപൂവേ പൊലിപൂ പൊലി പൊലി പൊലിപൂവേ തുമ്പപ്പൂവേ നറുവെള്ളപ്പൂവിൻ നിറപൊലിയേ കാറ്റേ പൂങ്കാറ്റേ ചിന്നുചിന്നുങ്ങണ ചിങ്ങക്കാറ്റേ ചെല്ലക്കാറ്റേ കതിർമണി നിറ കൊയ്യാം പറനിറയേ തിരുമേനി മലനാട്ടിലെത്തും നേരം ഓണത്തുമ്പി തുള്ളും നൃത്തലാസ്യം ശ്രുതി ചേർത്തൊരു കിളിപ്പാട്ടുമായി ഒരു താളമായി മിഴി തിരി തെളി തെളിയണ പാടുമീ പ്രിയനാദമായി പൂവേ പൊലി പൂവേ കിളി പാടി കളരവമായി പൂവേ പൊലി പൂവേ നിറമനമായി പൂവേ പൊലി പൂവേ കിളി പാടി കളരവമായി പൂവേ പൊലി പൂവേ നിറമനമായി ആർപ്പും ആരവവും പൂവും ബഹളവും വള്ളക്കളിയും ഓണക്കോടിയുമായി ഓണത്തെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് പ്രകൃതിയും മനുഷ്യനും. ഏതൊരു കർമ്മവും പൂർണ്ണമാകുന്നത് ഈശ്വര കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ അവസരത്തിൽ ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭാവഭക്തിയും വിവേകവും ധരണമേതയാനിവേ നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി ഭവനമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. രാജാവായിരുന്നു മഹാബലി. സ്വർഗം കീഴടക്കാനായി ശ്രമിച്ച മഹാബലിയെ തോൽപ്പിക്കാനായി മഹാവിഷ്ണു ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ വാമനനായി അവതരിച്ചു. വിശ്വജിത്ത് എന്ന യാഗം ചെയ്തുകൊണ്ടിരുന്ന മഹാബലിയോട് ഭിക്ഷയായി 3 അടി മണ്ണ് വാമനൻ ആവശ്യപ്പെട്ടു. ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യർ ഭിക്ഷ തടയാൻ ശ്രമിച്ചു. എന്നാൽ മഹാബലി 3 അടി മണ്ണ് അളന്നെടുക്കാൻ അനുവാദം നൽകി. ആകാശം മുട്ടെ വളർന്ന് വാമനൻ തൻ്റെ കാൽപ്പത്തി അളവ് പോലാക്കി 2 അടി കൊണ്ട് സ്വർഗവും ഭൂമിയും അളന്നെടുത്തു. 3-ാമത്തെ അടിക്ക് സ്ഥലമില്ലാതായപ്പോൾ ബലിചക്രവർത്തി തൻ്റെ ശിരസ് താഴ്ത്തി കൊടുത്തു. വാമനൻ്റെ പാദസ്പർശത്താൽ അഹങ്കാരത്തിൽ നിന്ന് മോചിതനായ മഹാബലിയെ സുതലമെന്ന പാതാളത്തിലേക്ക് താഴ്ത്തി. ചിങ്ങത്തിരുവോണത്തിന് തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് വാമനൻ അനുവാദവും നൽകി. ആ മഹാബലി തമ്പുരാൻ ഇതാ വാമനനോടും അസുരഗുരുവായ ശുക്രാചാര്യരോടും ഒരുമിച്ച് സാന്താമരിയയുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് മഹാബലി തമ്പുരാനെ സ്വീകരിച്ചാനയിക്കാം.
ഓണം. മരങ്ങളും ചെടികളും പൂവണിഞ്ഞ് സുന്ദരമായി തീരുന്ന കാലം. വീണ്ടുവിചാരമില്ലാത്ത പ്രവർത്തനങ്ങളാൽ മനുഷ്യൻ പ്രകൃതിയുടെ താളം തെറ്റിച്ചിരിക്കുന്നു. രൗദ്രഭാവം പൂണ്ട പ്രകൃതിയുടെ പ്രതിക്രിയകൾ മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വയനാട് ദുരന്തം ഏറ്റവും അടുത്ത ഉദാഹരണം മാത്രം. മൺമറഞ്ഞു പോയ ഒരു കൂട്ടം മനുഷ്യർ. അവർക്ക് ഓണമില്ല, അവരുടെ ബന്ധുമിത്രാദികൾക്ക് ആഘോഷങ്ങളില്ല. എന്നാലും കാലം മായ്ക്കാത്ത മുറിവുകൾ ഒന്നുമില്ല. തീവ്ര ദുഃഖങ്ങൾക്കിടയിലും അല്പം ശാന്തി ലഭിക്കാൻ ഇത്തരം ആഘോഷങ്ങൾ കൊണ്ട് സാധിക്കും. സാന്താ മരിയ സ്കൂളിന്റെ 2024 ഓണാഘോഷ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ആശംസിക്കാൻ സേറയെ ക്ഷണിക്കും. മഹാബലി തമ്പുരാൻ നാടുവാണ കാലം, കേരളത്തിന്റെ വസന്തകാലം, എല്ലാ അർത്ഥത്തിലും സമ്പന്നമായ സമത്വ സുന്ദരമായ ഒരു കാലഘട്ടത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഒരോണപ്പുലരി കൂടി വന്നടഞ്ഞിരിക്കുന്നു. സാന്താ മരിയ വിദ്യാലയവും ഈ ഓണം പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുകയാണ്. സ്കൂൾ മാനേജർ എന്ന നിലയിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സാന്താ മരിയ സ്കൂൾ മാനേജർ റെവറൻഡ് സിസ്റ്റർ സുജിയെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ഷാബി സാറാണ്. സ്തുത്യർഹമായ രീതിയിൽ തന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന തോപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ ഷാബി സാറിനെ ഉദ്ഘാടന കർമ്മത്തിനായി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹവാത്സല്യത്തോടെ എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം ആയിരിക്കുന്ന വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ റെവറൻഡ് സിസ്റ്റർ ദോളിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓണം അല്ലേ, സാന്താ മരിയോടൊപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ആഘോഷിച്ചു വേണ്ടിയാണ്, ഇനിയും ആഘോഷിക്കും അല്ലേ ഓണം. അതായത് മാവേലിയുടെ നല്ല നാളുകൾ നമുക്ക് എന്തൊക്കെ നൽകിയോ അതെല്ലാം വീണ്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഘോഷം ആഘോഷിച്ചു വരുന്നത്. മാവേലിയുടെ സമയത്ത് ഇവിടെ കള്ളവും ചതിവും ഒന്നുമില്ലായിരുന്നു.
ആൾക്കാരെല്ലാവരും, അല്ലാതെ എല്ലാ ജനങ്ങളും ഒരുമയോടെ പ്രവർത്തിച്ചിരുന്നു. അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാളുകളാണ് നമുക്ക് വീണ്ടെടുക്കേണ്ടത്. സാന്താ മരിയ സ്കൂൾ പ്രിൻസിപ്പൽ, മാനേജർ, അധ്യാപകർ, കുട്ടികൾ, രക്ഷകർത്താക്കൾ എല്ലാവർക്കും എൻ്റെ പ്രത്യേക ഓണാശംസകൾ ഞാൻ നേരുന്നു. മഹാബലിയുടെ ഈ നാളുകൾ, അദ്ദേഹം നമുക്ക് കൈമാറി തന്ന ഈ നാളുകൾ വീണ്ടും വരണമെന്നാണ് ഞാൻ പറയുന്നത്. കളവുമില്ല, ചതിയുമില്ല. ആ നാളുകളാണ് നമുക്ക് വേണ്ടത്. ഇന്ന് ലഹരിയുടെയും മദ്യത്തിൻ്റെയും ലഹരിയുടെയൊക്കെ പിന്നിലാർന്നിരിക്കുകയാണ് നമ്മളുടെ സമൂഹം. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ ഒരു വേർതിരിവ് നമുക്ക് വേണം. അതിന് നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്. ഇനി വരും തലമുറയെ കൈപിടിച്ച് നീങ്ങേണ്ടത് നിങ്ങളാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കുട്ടികളാണ്, വളർന്നു വരുന്ന കുട്ടികളാണ് ഇനി നമ്മളുടെ നാടിൻ്റെ രക്ഷ വയ്ക്കുന്നത്. അപ്പം നമ്മളൊരു സത്യപ്രതിജ്ഞ ചെയ്യണം. ഇതിൻ്റെ നമ്മളാണ് ഈ ലഹരിയും ഇതെല്ലാം ഉപേക്ഷിച്ച് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് ശ്രമിക്കണം. എല്ലാവരും ശ്രമിക്കുന്നില്ലേ? നിങ്ങളെല്ലാവരും ശ്രമിക്കുമ്പോഴാണ് ഇതിനൊരു ഒത്തൊരുമ വരുന്നത്. നമുക്ക് മുതിർന്നവരെ ഇനി നന്നാക്കാനായിട്ട് ഒക്കത്തില്ല. അവരൊക്കെ ഒരു പാഠം പഠിച്ചു പോയ ആൾക്കാരാണ്. ഇനി പഠിക്കാൻ തുടങ്ങുന്നത് നമ്മൾ കുട്ടികളാണ്. അപ്പം നമ്മളാണ് ഒരു തുടക്കം വയ്ക്കേണ്ടത്. അപ്പം നമ്മളെ കണ്ടു വേണം നമ്മുടെ മുതിർന്ന ആൾക്കാരും താഴെയുള്ള ആൾക്കാരും വരാനായിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധയോടുകൂടി നല്ലതായിട്ട് നല്ല സ്വഭാവത്തോടു കൂടി നമ്മൾ വളരണം. നമ്മുടെ മുകളിലുള്ളവർക്കും താഴെയുള്ളവർക്കും നമ്മൾ മാതൃകയാക്കിയാണ്. അല്ലാതെ മുകളിലുള്ളവർ അങ്ങനെ ചെയ്തു, ഇനി ഇതുപോലെ ഞാനും ചെയ്യൂ എന്നൊരു പരിപാടിയില്ല നമുക്ക്. ഇപ്പൊ സമൂഹത്തെ നമുക്ക് കൈപിടിച്ച് ഉയർത്തണം. അതിന് കുട്ടികളാണ് ഇനി വളർന്നു വരേണ്ടത്. നമ്മൾ മുതിർന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു. അത് നമ്മുടെ വരും തലമുറയിലേക്ക് നമ്മൾ നമ്മുടെ താഴെയുള്ളവർക്കും പകർന്നു നൽകണം. മാവേലി തന്റെ കാലത്ത് എല്ലാ ജനങ്ങളും ഒരുപോലെ സ്നേഹിച്ചു, അല്ലേ? അന്ന് കള്ളവുമില്ല, ചതിയുമില്ല. അതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? ഇനിയുള്ള സമൂഹത്തെ കൂട്ടൊരുമയോടുകൂടി കൈകോർത്ത് പിടിച്ചു നിർത്തണം. അതിന് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. 2024 ഓണാഘോഷ പരിപാടി, സാന്താ മരിയയുടെ ഓണാഘോഷ പരിപാടി ഞാൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യും. ഇത് ആദ്യം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞങ്ങളുടെ CA വെച്ചിരുന്നത്. അദ്ദേഹത്തിന് ഇന്നലെ സുഖമില്ലാതെ അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ്. അദ്ദേഹം വീട്ടിൽ പോയി. പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ SI ഓൾറെഡി സിനിമാ നടിമാരുടെ കേസന്വേഷണവുമായിട്ട് അദ്ദേഹം ഓൾറെഡി പുറത്താണ്. അപ്പോൾ മറ്റു ഞങ്ങളുടെ സ്റ്റേഷനിലാണെങ്കിലും വേറെ ആരുമൊന്നുമില്ല. തുടർന്ന് എല്ലാ സ്ഥലങ്ങളിലും ഓണാഘോഷ പരിപാടികൾ നടന്നു വരികയാണ്. ഇപ്പോൾ ഇന്ന് യൂണിയൻ ബാങ്കിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നമ്മുടെ ഈ തോപ്പുംപടി ഏരിയ മിക്ക സ്ഥലങ്ങളിലും ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഇതിനൊരു ഇന്ന് ഈ ഒരു ആഴ്ചയുടെ അവസാനത്തെ ദിവസം കൂടിയാണ്. നാളെ മുതൽ ഇനി ഒരു 3-4 ദിവസം അവധി കൂടിയാണ്. അപ്പോൾ ആൾക്കാരോട് തിക്കും തിരക്കും എല്ലാ ജംഗ്ഷനിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ അതിൻ്റെ പരിപാടിയായിട്ട് ഞങ്ങൾ മുന്നേറുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ ജംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ തിക്കായിട്ട് നിൽക്കുകയാണ്. ഒരു പാർക്കിംഗ് സ്ഥലമില്ല. പിന്നെ തൊട്ടടുത്താണെങ്കിൽ 3-4 ടെക്സ്റ്റൈൽസുകൾ, അതുപോലെയുള്ള മദ്യപാനശാലകൾ, ഇതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലായിടത്തും നമുക്ക് ഇതിനായിട്ട് വരുന്ന ആൾക്കാർ, ഈ പർച്ചേസിനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ നോക്കി വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. മറ്റ് വിശേഷങ്ങളൊന്നും തോക്കുമ്പടി ഭാഗത്ത് ഞങ്ങൾക്ക് റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പോൾ ഞാനും ഓൾറെഡി ഈ പരിപാടിയിലൊക്കെ സിസ്റ്റർ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ പരിപാടി ഓൾറെഡി ജംഗ്ഷനിൽ നിൽക്കുകയാണ്. മറ്റു കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും എൻ്റെയും തോക്കുംപടി പോലീസ് സ്റ്റേഷൻ്റെയും നല്ല ഒരു ഓണാശംസകൾ ഞാൻ നേരുന്നു. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് നല്ല ഉപദേശങ്ങൾ നൽകിയ ശ്രീ ഷാബി സാറിന് സാന്താ മരിയ സ്കൂളിന്റെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ സുജയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഷാബി സാറിനെയും സാദരം ക്ഷണിക്കുന്നു.
പ്രദേശങ്ങളിലും നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥയെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നവയാണ് നാടൻ പാട്ടുകൾ. കാതുകൾക്ക് ഇമ്പമേകുന്ന നല്ലൊരു നാടൻ പാട്ടുമായി ഇതാ നമ്മുടെ കൂട്ടുകാർ എത്തിയിരിക്കുന്നു. നാടൻപാട്ട് അവതരിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്തതായി കേരളത്തിന്റെ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന സംഗീതത്തിന്റെയും ശ്രവണ രസികത തുളുമ്പുന്ന ശിങ്കാരിമേളത്തിന്റെയും താളത്തിൽ നമ്മുടെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന നൃത്തകലാരൂപം നമുക്ക് ആസ്വദിക്കാം.
കൂട്ടുകാർക്ക് നന്ദി. സ്നേഹവും സൗഹൃദവും പങ്കുവെച്ച് ഓണം ആഘോഷിക്കാൻ പൂവിളികളാലും അത്തപ്പൂക്കളങ്ങളാലും നിറഞ്ഞ ഈ വിദ്യാലയത്തിൽ നാം ഒരുമിച്ചിരിക്കുന്നു. ഈ നിമിഷത്തിൽ നമുക്കായി ഓണസന്ദേശം പങ്കുവയ്ക്കാൻ ലിയാനയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. മാവേലി നാട് വാണിയിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ലതാണ്. ലോകമെമ്പാടും പാട്ടും മാത്രമല്ല, സന്തോഷവും സമാധാനവും പങ്കിടലാണ് ഓണത്തിന്റെ യഥാർത്ഥ സങ്കല്പം. കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാക്കി കൂട്ടായ്മയിലൂടെ മികച്ച വ്യക്തികളായി വളരുവാനും മികച്ച ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും നമുക്ക് കഴിയുമാറാകട്ടെ. ഏവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പണ്ട് പത്തായങ്ങളിൽ നെല്ല് നിറയുന്നത് ഓണത്തിനായതുകൊണ്ട് ഓണത്തെ കേരളത്തിന്റെ കൊയ്ത്തുത്സവം എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. ഇവിടെ കൊയ്ത്തുപാട്ടിന്റെയും നാടോടിപ്പാട്ടിന്റെയും ചുവട് വെച്ചുകൊണ്ട് ഓണം വർണ്ണാഭമാക്കാൻ നമ്മുടെ കൂട്ടുകാർ തയ്യാറായി കഴിഞ്ഞു. ഈ ദൃശ്യവിരുന്ന് നമുക്ക് ഒരുമിച്ച് ആസ്വദിച്ചാൽ.
കേരളത്തിന്റെ ഒരു തനത് നൃത്ത കലാരൂപമാണ് കൈകൊട്ടിക്കളി. കേരളീയ തനിമയാർന്ന വസ്ത്രം ധരിച്ച് വൃത്താകൃതിയിൽ നിന്ന് മംഗമാർ അവതരിപ്പിക്കുന്ന മനോഹരമായ നൃത്തം ഇതാ നമുക്ക് മുൻപിൽ. വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. പൂവിളി പൊൻവിളി നീയത് കേട്ടോ, പൂത്തു നിൽക്കുന്നൊരു പുന്നാരപ്പൂവേ. പൂവേ തുമ്പപ്പൂവേ, വന്നേ പോയി അത്തം പിറന്ന് 10-ാം ദിനമോണം, അന്നല്ലോ നമ്മുടെ നെഞ്ചിൽ പൊന്നോണം. താകൃതാളം നല്ല താകൃതാളം, താകൃതാളം നല്ല താകൃതാളം, താകൃതാളം നല്ല താകൃതാളം പാടും കൊടുങ്ങല്ലൂരിലമ്മേ. താകൃതാളം നല്ല താകൃതാളം, താകൃതാളം നല്ല താകൃതാളം, താകൃതാളം നല്ല താകൃതാളം പാടും കൊടുങ്ങല്ലൂരിലമ്മേ. രാമായണം പണ്ട് പാടിയ തത്തെ എന്റെ അമ്മയെ കുറിച്ചെന്റെ പാടാനേ. ആ ചരിതം നിനക്കിന്നറിയാമോ? പാടാത്ത നാവുകൾ ഭൂമിയിലുണ്ടോ? 1000 നാവുള്ള നന്ദനും വർണ്ണിച്ച് കൊല്ലുവാനൊത്തിടുമോ? താകൃതാളം നല്ല താകൃതാളം, താകൃതാളം നല്ല താകൃതാളം, താകൃതാളം നല്ല താകൃതാളം പാടും കൊടുങ്ങല്ലൂരിലമ്മേ. എന്നാലുമേ എന്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ടാവോ? എന്നാലുമേ എന്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ടാവോ? എന്നെ
എന്നാ കൊണ്ടാ മഞ്ഞൾ കൊണ്ടാ ചിക്കൻ നഗരക്ക് എന്നാ കൊണ്ടാ മഞ്ഞൾ കൊണ്ടാ മാലി നഗരക്ക് എന്നാ കൊണ്ടാ മഞ്ഞൾ കൊണ്ടാ ചിക്കൻ നഗരക്ക് നൃത്തം അവതരിപ്പിച്ച എല്ലാവർക്കും നന്ദി. അടുത്തതായി നന്ദി അർപ്പിക്കുന്നതിനായി ആതിഥിയെ ക്ഷണിക്കുന്നു. ആദരണീയരായ അതിഥികളെ, അധ്യാപകരെ, കൂട്ടുകാരെ, ഏവർക്കും ഐശ്വര്യപൂർണമായ ഓണം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ വർഷത്തെ ഓണാഘോഷം ഗംഭീരമാക്കുന്നതിനായി നിരവധി പേർ അധ്വാനിച്ചിട്ടുണ്ട്. അവരോടുള്ള നന്ദി വാക്കുകളിൽ ഒതുക്കാനാവുന്നതല്ല. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റെവറൻഡ് സിസ്റ്റർ സുജ, എൻ്റെ പേരിലും ഇവിടെ സന്നിധരായിട്ടുള്ള ഏവരുടെയും പേരിലും ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട പോലീസ് ഓഫ് തോപ്പുംപടി ശ്രീ ഷാബി അവറുകളാണ്. അദ്ദേഹത്തിന് സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും കുട്ടികളുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ബഹുമാനിയായ പ്രിൻസിപ്പൽ റെവറൻഡ് സിസ്റ്റർ ടോളിക്ക് ഞങ്ങൾ ഏവരുടെയും പേരിലുള്ള അഗൈതവമായ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ ഓണാഘോഷത്തിന് പങ്കുചേർന്ന എല്ലാ അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.